ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഫുഡ് സോളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ഭൂജിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ഭൂജി. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ഹോം മെയ്ഡ് പനീർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പനീർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 750 ഫാറ്റി മിൽക്ക് എടുത്ത് വെച്ച് ഇനി അതിനകത്ത് അത് തിളപ്പിച്ച് വരുമ്പോഴത്തേ അതിനകത്തേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി അല്പം വെള്ളം കൂടെ ചേർത്ത് ഇളക്കുകയാണ്. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അത് പിരിഞ്ഞ് കിട്ടണം. പാല് പിരിഞ്ഞ് കിട്ടുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നാടൻ ഭാഷ പറഞ്ഞ പാല് വിരിഞ്ഞു പോയെന്ന്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും അത് പനീറായിട്ട് മാറുകയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചീസ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയാണ്. ചീസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്രോസസ്സിങ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. പാലും ആ വെള്ളമായിട്ട് നന്നായിട്ട് പിരിഞ്ഞിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ പാലിൻ്റെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ തന്നെയാണ്. പാൽ പിരിച്ചെടുക്കുക. നാരങ്ങ നീരൊഴിച്ചോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചോ നമുക്കിത് പിരിച്ചെടുക്കാം. അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ സാധാരണ പാലിൻ്റെ ചില പേടകളും ചില സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു നോർമൽ ക്ലോത്തോ അല്ലെങ്കിൽ അതുപോലെ അരിച്ചെടുക്കാവുന്ന ഒരു ക്ലോത്തിനകത്തേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം അരിച്ച് കളയാനായിട്ട് ഊറ്റിക്കളയണം. ഏറെക്കുറെ ഇങ്ങനെയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് ആ വിനാഗിരിയുടെ ടേസ്റ്റ് അതുമെല്ലാം നമ്മൾ പോകാനായിട്ട് ആ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ബുർജി ശരിക്കും തികച്ചും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. സാധാരണ ലെവലിൽ പഞ്ചാബി ധാബകളിലൊക്കെ ബുർജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരണം. ഇത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. നിർത്തുക. ഒരു 1/2 ടീസ്പൂണോളം അളവിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 പച്ചമുളക് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോഫ്റ്റ് പനീർ. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിന് ചേർക്കുന്നു.
അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇനി ഒരു 2 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി ചേർക്കുക. തീ കുറച്ച് വെക്കണം. ഇളക്കി ചേർക്കുക. എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ കൂടെ ഇട്ട് ഇളക്കുക. ഒരല്പം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരല്പം വെള്ളം. ഈ സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളുടെ പനീർ ഭുർജി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റിയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നത്. ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഫുഡാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.